ലോകത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് വിപണിയിൽ കൂടുതലും നടക്കുന്നത് സ്പെക്കുലേഷനാണ്. പല സ്പെക്കുലേഷൻസ് പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സ്പെക്കുലേഷൻസിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഡിറൈവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസുമാണ് പൊതുവെ നമ്മളറിയുന്ന ഡിറൈവേറ്റീവ് മാർക്കറ്റ്. അന്നേരം ഫ്യൂച്ചേഴ്സ് എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ വേറെ ഒരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നല്ലോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യമായിട്ട് കാണുക. എന്നെങ്കിലേ ഇച്ചിരി കൺസെപ്റ്റൊക്കെ ഒന്ന് ശരിയായി വരത്തുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇച്ചിരൂടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിറൈവേറ്റീവാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസിനെ പറ്റി നമുക്കിന്ന് സംസാരിക്കാം. ഓപ്ഷൻസ് ട്രേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും കൂടെ നമുക്കൊന്ന് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. പതിവ് പോലെ പ്രേക്ഷകൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യമാണ്, MCX മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ അത് കൊമോഡിറ്റിയിൽ എക്സ്ചേഞ്ച് നടത്തുന്നതാണ്, അല്ല സ്റ്റോക്സിലല്ല. ആ എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ മാസം ജൂൺ 9 അത് 7% അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അങ്ങ് പൊങ്ങിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റിയുടെ ഡിറൈവേറ്റീവ്സും കൂടെ ട്രേഡ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ബെഞ്ച് മാർക്ക് ഡിറൈവ് ചെയ്യുന്ന IEX എന്നാണ്. വേറെ ഒരു സ്റ്റോക്കുണ്ട്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ വേറെ ഒരു സ്റ്റോക്കുണ്ട്. ആ എനർജി എക്സ്ചേഞ്ചിൽ നിന്നാണ് പല സംസ്ഥാനങ്ങളും പല കമ്പനികളും അവർക്ക് വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റി അവർ വാങ്ങുന്നത്. അത് ഒരു ഓപ്പൺ ഫോറമാണ്. അവിടെ പോയിട്ട് നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ട് നമുക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി വാങ്ങാം. പക്ഷേ നമുക്ക് പേഴ്സണലി ഇലക്ട്രിസിറ്റി വാങ്ങിയിട്ട് കാര്യമില്ല. അത് കൂടുതലും സർക്കാർ നമ്മുടെ KSEB അങ്ങനെയൊക്കെയുള്ള സർക്കാർ വിഭാഗങ്ങളാണ് അത്യാവശ്യത്തിന് പോയിട്ട് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. അങ്ങനെ ഈ ഒരു IEXൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡിറൈവേറ്റീവ്സിനെ ട്രേഡ് ചെയ്യുന്നതാണ് MCX. അപ്പോൾ പ്രേക്ഷകൻ്റെ ചോദ്യമാണ്, MCXൻ്റെ സ്റ്റോക്ക് റൈസ് ചെയ്തു പോയി, അന്നേരം IEXൻ്റേതും കൂടെ ഇനിയും ഭാവിയിൽ അത് നല്ലപോലെ റൈസ് ചെയ്ത് പോകുമെന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാനാണെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറയാം. പക്ഷേ അതിനകത്ത് ചില ഫാക്ടേഴ്സും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് അവർ കപ്ലിംഗ് ചെയ്തിട്ടുണ്ട്. കപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IEX പോലെ പിന്നെ HPXും അങ്ങനെയൊക്കെ കൊച്ചു ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ചസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ കപ്ലിംഗ് ചെയ്യിപ്പിച്ചിട്ടാണ്, ആ കപ്ലിംഗ് വാല്യൂ ആണ് ഇപ്പോൾ MCXൽ അവർ ഡിറൈവേറ്റീവായിട്ട് ട്രേഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ കപ്ലിംഗ് കാരണം എന്തുവാണെന്നറിയാവോ? IEXന് ഒരു പ്രീമിയംനെസ് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം IEX ആണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഇലക്ട്രിസിറ്റി യൂണിറ്റ്സിൻ്റെ അങ്ങനെ ആ സമയത്ത് അതേ ദിവസം എന്താണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഡിറൈവ് ചെയ്യുന്നത് IEX നിന്നാണ്. അതുകൊണ്ട് ഈ ഡിറൈവേറ്റീവ് ട്രേഡ് എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം മന്ത് എൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുമ്പോൾ IEXൻ്റെ ബെഞ്ച് മാർക്ക് എടുത്തിട്ടാണ് അവർ ചെക്കിങ് ചെയ്യുന്നത്. എന്നിട്ട് അത് യോജിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അങ്ങനെ IEXൽ സ്പോട്ട് പ്രൈസിൽ നല്ലപോലെ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട്. മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയും വാങ്ങലും ഒക്കെ കൂടുതൽ IEXലും നടക്കും. അങ്ങനെ IEXൻ്റെ സ്റ്റോക്സും കൂടെ സ്വല്പം മുകളിലോട്ട് പോകും. വേറെ ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ IEX എന്നുള്ള ഡിറൈവേറ്റീവ്സ് എടുത്തല്ലേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ IEXന് 10% അതിൻ്റെ ആ ഒരു വാല്യൂ അത് IEXനും കൂടെ പോകും. അങ്ങനെ ഇരിക്കെ IEXൻ്റെ സ്റ്റോക്ക് സ്വല്പം മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കപ്ലിംഗ് നടക്കുന്നതുകൊണ്ട് പിന്നെയും താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല IEXൻ്റെ സ്റ്റോക്ക് എങ്ങനെ മുകളിൽ പോകും താഴോട്ട് പോകും എന്നുള്ള കാര്യം. പക്ഷേ പല ഫണ്ട് ഹൗസസ് അതിന് ചില ഫണ്ട് ഹൗസസ് അത് 9% മുകളിലോട്ട് പോകുന്നു, വേറെ ഒരു ഫണ്ട് ഹൗസ് 17% മുകളിലോട്ട് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് ഹൗസസൊക്കെ പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ വേറെ അജണ്ട കാണും. അതുകൊണ്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സോ ഇഫ് യു ആസ്ക് മീ, IEXൻ്റെ സ്റ്റോക്ക് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ IEXൻ്റെ സ്റ്റോക്ക് അത്ര മോശമല്ല. അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് വാങ്ങി വെക്കുന്നവർക്ക്
കുഴപ്പമില്ല, ദാറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക് അക്കോർഡിംഗ് ടു മീ. വളരെ നല്ല ഗ്രോത്ത് ഒക്കെ കൊടുക്കാനുള്ള പ്രോസ്പെക്ട്സ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് IEX. അടുത്ത ഒരു പ്രേക്ഷകൻ്റെ ചോദ്യമാണ്, നമ്മൾ സ്റ്റോക്സ് വാങ്ങുമ്പോൾ നമ്മൾ ആ സപ്പോർട്ട് പ്രൈസിന് അടുത്തായിട്ട് എങ്ങനെ വാങ്ങാൻ പറ്റും, അതിനെന്താണ് പരിപാടി? അപ്പോൾ ഈ ഒരു ചാർട്ടിലോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് പ്രൈസിന് അടുത്തായിട്ട് പോയി വാങ്ങുന്നത്. ഈ ഒരു സ്ക്രീനിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് പോളിക്യാബ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ സ്ക്രീനാണ്, അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഈ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനകത്ത് നമ്മൾ കഴിഞ്ഞ 6 മാസം എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കണം. അത് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക, പക്ഷേ ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോവുകയാണ്. അതേസമയം റേഞ്ചിന് ഇച്ചിരി വ്യത്യാസമുണ്ട്, വേറെ ചില പാറ്റേൺസിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 2 ബ്ലൂ ലൈൻസ് നമുക്ക് ഡയഗണലി പോകുന്നതായിട്ട്. ആ താഴത്തെ ലൈന് സപ്പോർട്ടിനെ ബേസ് ചെയ്ത് പോകുന്നുണ്ട്, മുകളിലത്തെ ലൈന് അത് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോക്സ് മുകളിൽ പോയിട്ട് ആ മുകളിലത്തെ ലൈനിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ താഴോട്ട് വരുന്നുണ്ട്. താഴെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് അധികമായിട്ട് താഴെ പോകാതെ തന്നെ പിന്നെ മുകളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ താഴോട്ടും മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ബ്രേക്ക് ആകും. മുകളിലത്തെ ബ്രേക്ക് നടക്കുമ്പോൾ അതിന് പറഞ്ഞ് ബ്രേക്ക് ഔട്ട് എന്ന് പറയും, ബ്രേക്ക് ഔട്ട് ഓഫ് ദ റെസിസ്റ്റൻസ്. അന്നേരം പിന്നെ ഈ ഒരു പാറ്റേണിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പാറ്റേൺ വലിയതായിട്ട് വാലിഡായി മാറത്തില്ല. അതേസമയം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പാറ്റേൺ, മുകളിലത്തെ ലൈനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ആ മുകളിലത്തെ ലൈന് അതിന് സപ്പോർട്ടായി മാറും, ഈ താഴത്തെ ലൈനിനെ അങ്ങ് വിടും. പക്ഷേ അതേസമയം ഇത് താഴെ വന്നിട്ട് താഴേന്ന് താഴോട്ട് ബ്രേക്ക് ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്ക്, ആ സപ്പോർട്ടിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. പിന്നെ അങ്ങനെ താഴോട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്നറിയാവോ, ഈ താഴത്തെ ലൈന് അതിൻ്റെ ന്യൂ റെസിസ്റ്റൻസ് ലൈനായിട്ട് മാറും. ഈ ഒരു പാറ്റേണിന് പറയുന്ന ഹയർ ഹൈസ് ഹയർ ലോസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു ഞാൻ ഒരു പടം കൂടെ ഒന്ന് വരച്ചോട്ടെ, അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരി കൂടി ഒരു കറക്റ്റായിട്ട് കിട്ടും ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം. അതായത് ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഇപ്പം കഴിഞ്ഞ ഹൈ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് ഞാൻ ഇതാണ് കഴിഞ്ഞ ഹൈയുടെ ഒരു പോയിൻ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹൈയുടെ പോയിൻ്റ് എവിടെയാണ്? ഇവിടാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹൈയുടെ പോയിൻ്റ് എവിടെയാണ്? ഇവിടാണ്. മനസ്സിലായി? ഇത് ഹയർ ഹൈസ്. ഹയർ ലോസ് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോയിനെക്കാട്ടിലും കൂടുതലല്ലായിരുന്നു ഇപ്രാവശ്യത്തെ. പിന്നെ അടുത്ത ലോയ, അത് കഴിഞ്ഞിട്ട് അടുത്ത ലോ അതിനെക്കാട്ടിയും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ലോ അതിനെക്കാട്ടിയും കൂടുതൽ. അങ്ങനെയാണ് ഹയർ ഹൈസും ഹയർ ലോസും കൂടെ നമ്മൾ നോക്കുന്നത്. അന്നേരം ഇത് മുകളിലോട്ട് പോകുന്ന ഒരു പാറ്റേണിനെയാണ് കാണിക്കുന്നത്. ആ സമയം നമ്മളിപ്പം ഈ സ്റ്റോക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ താഴത്തെ ഈ ലെവലിൽ വരുമ്പം അതിനടുത്തായിട്ട് നമ്മൾ വാങ്ങണം. അന്നേരം പിന്നെ അടുത്ത ഒരു പോക്കിന് അത് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ലാഭം കണക്ക് കൂട്ടുന്നത്. അല്ലാതെ ഇവിടെ ഇടയ്ക്ക് ഇതാണ് ഇപ്പം സ്റ്റോക്കിൻ്റെ നിൽക്കുന്ന ആ പ്രൈസിൽ നിന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റോക്ക് പ്രൈസിൻ്റെ ലാഭം കണക്ക് കൂട്ടുന്നത്. പക്ഷേ താഴെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പം നമുക്ക് നല്ലപോലെ ലാഭം കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിദ്യ. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ഈ പാറ്റേൺ നോക്കുമ്പോൾ കഴിഞ്ഞൊരു 6 മാസത്തിലുള്ള പാറ്റേണേ നോക്കാവൂ. അങ്ങ് പഴയ പാറ്റേൺ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അതിനകത്തൊന്നും നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു താഴെ വീണുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അറ്റത്ത് വന്നിട്ട് നമ്മൾ ടു ലോയിൽ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൽ ഇച്ചിരി ഒന്ന് സംശയിക്കണം. കാരണം എന്താണെന്ന് അറിയാം, ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ട് താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അതൊരു റിസ്ക്കാണ്. ആ റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം നമ്മൾ വാങ്ങുമ്പോൾ. നേരത്തെ ഞാനൊരു ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇത് ഫ്യൂച്ചേഴ്സിനെക്കാട്ടിലും ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. ഫ്യൂച്ചേഴ്സ് ഡയറക്റ്റ്ലി നമ്മൾ ഭാവിയിൽ ഈ സ്റ്റോക്കിൽ ഇത് വാല്യൂ വരുമെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി എക്സ്പയറി പീരിയഡ് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല, അത് വാങ്ങിയിരിക്കണം, ബാക്കിയുള്ള പണം കൂടെ കൊടുത്തിട്ട് വാങ്ങിയിരിക്കണം. അതാണ് ഫ്യൂച്ചേഴ്സ്. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വേറെ നമ്മുടെ ഈ ഫ്യൂച്ചേഴ്സിൻ്റെ കോൺട്രാക്റ്റ് വാങ്ങുവാനായിട്ടുള്ള വേറെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലയിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് വാങ്ങിപ്പിക്കാം.
നമ്മളങ്ങ് ഒഴിഞ്ഞു മാറാം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. പക്ഷേ ഓപ്ഷൻസിനകത്ത് ഇച്ചിരൂടും വ്യത്യാസമാണ്. നമ്മളിപ്പോൾ ആ എക്സ്പയറി ഡേറ്റ് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കത് വലിയ ലാഭകരമായിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ വാങ്ങുന്നില്ല എന്നങ്ങ് പറയാം, എനിക്കത് വേണ്ട. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷേ അത് വാങ്ങുന്ന ആൾക്ക് വേണ്ടിയാണ്. സെല്ലറിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സെല്ലറിന് ആ ഒരു എഗ്രീഡ് പ്രൈസിനകത്ത് അദ്ദേഹത്തിന് സെല്ല് ചെയ്തേ പറ്റത്തുള്ളൂ. അത് പുള്ളിക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലേലും അവസാനം വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഹീ ഈസ് ബൗണ്ട് ടു സെൽ ഇഫ് ദ ബയർ, ആ വാങ്ങുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻസിനെ എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ സെല്ലറിന് വേറെ മാർഗ്ഗമില്ല, സെല്ലർ വിറ്റേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഓപ്ഷൻസിൻ്റെ കേസ്. പക്ഷേ അത്രമാത്രമേ ഉള്ളായിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അതിനകത്തും 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഒരെണ്ണം കോൾ ഓപ്ഷൻസ് എന്ന് പറയും, വേറെ ഒരെണ്ണം പുട്ട് ഓപ്ഷൻസ് എന്ന് പറയും. കേട്ടോ, മാർക്കറ്റിനകത്ത് നമ്മൾ CE എന്ന് കാണുന്നിടത്ത് അത് കോൾ ഓപ്ഷൻ എന്ന് പറയും, PE എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ. ഞാനിത് സ്ക്രീനിൽ പിന്നെ കാണിച്ചു തരാം. പക്ഷേ ഇപ്പം കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോൾ ഓപ്ഷൻ ഈസ് ബേസിക്കലി ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ കോൾ ഓപ്ഷൻ്റെ ബൈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ്റെ സെൽ ഇരിക്കുന്നത് നോൺ ബുള്ളിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അതേസമയം പുട്ട് ഓപ്ഷൻ ബേസിക്കലി അതിൻ്റെ ബയർ ബെയറിഷ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ സെല്ലറാണെങ്കിൽ ബെയറിഷ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം കോൾ ഓപ്ഷനെ പറ്റി. നമുക്കൊരു സാധാരണപ്പെട്ട ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ. ഒരു ബയറും ഒരു സെല്ലറും കൂടെ വെതർ ഫോർകാസ്റ്റിനെ പറ്റി അവർ കണ്ടുമുട്ടുകയാണ്. അന്നേരം ഇതൊരു തരം ബെറ്റ് തന്നെയാണ് കേട്ടോ. അന്നേരം അവർ രണ്ടുപേരും കൂടി ഒരു കോൾ ഓപ്ഷൻ്റെ ബെറ്റിലോട്ട് കയറി വരികയാണ്. ആദ്യത്തെ ആൾ പറയുന്നത് ഇന്ന് മഴ പെയ്തിരിക്കും. അതാരാ? ബയറാണ്. സെല്ലർ പറയുന്നത് ചാൻസ് കുറവാണ്, എനിക്ക് തോന്നുന്നില്ല ഇന്ന് മഴ പെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ ആ ബയർ പറയുന്നത് ഞാൻ നിനക്കൊരു 100 രൂപ തരാം, ആസ് എ ബെറ്റ് 100 രൂപ തരാം. എന്നിട്ട് സെല്ലർ ആ 100 രൂപ അങ്ങ് എടുക്കുകയാണ്. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ സെല്ലർ 500 രൂപ കൊടുക്കണം. ആർക്കാണ്? ബയറിന് കൊടുക്കണം. മഴ പെയ്തെങ്കിലെങ്കിലോ ഈ 100 രൂപ സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ സെല്ലറിന് ഒരു ലിമിറ്റഡ് ലാഭമുണ്ട്. പക്ഷെ ബയറിന് വേറെ ഒരു ലാഭമുണ്ട്. ആ പരിപാടി നടന്നില്ലെങ്കിൽ, നടന്നെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ബയറിന് ലാഭമാണ്. അങ്ങനെ ആ ദിവസം അവസാനിച്ചു, മഴ പെയ്തില്ല, ബയറിൻ്റെ 100 രൂപ പോയി. പിറ്റേന്ന് വന്നിട്ട് ബയർ പിന്നെയും ബെറ്റ് ചെയ്യുകയാണ്. ആ ബെറ്റിനകത്ത് ഈ ആഴ്ച അവസാനം, ഇപ്പം ഒരു വ്യാഴാഴ്ചയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ചോ, പറയുന്ന അടുത്ത വ്യാഴാഴ്ച വരെ മഴ പെയ്തു കഴിഞ്ഞാൽ നീ എനിക്ക് 500 രൂപ തരണം. പക്ഷേ അടുത്ത വ്യാഴാഴ്ച വരെ മഴ പെയ്തില്ലെങ്കിൽ എൻ്റെ 100 രൂപ നീ വെച്ചോ. അങ്ങനെ സെല്ലർ എഗ്രീഡ്. എന്നിട്ട് ആദ്യത്തെ ദിവസം മഴ പെയ്തില്ല, രണ്ടാമത്തെ ദിവസവും മഴ പെയ്തില്ല. അന്നേരം ഇദ്ദേഹത്തിന് തിങ്കളാഴ്ചയൊക്കെ ആയപ്പോൾ ഈ ബയറിന് ഒരു തോന്നൽ, ഈ 2-3 ദിവസം പെയ്തില്ലല്ലോ, അന്നേരം ഇനി അടുത്ത ആഴ്ചയും പെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ബയർ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഇദ്ദേഹത്തിന് ഈ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വല്ലവർക്കും വിൽക്കാം. അന്നേരം വേറെ ഒരാൾ പറയുക, ഓക്കെ എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു, നീ ഇനി വിൽക്കാൻ. അന്നേരം വിൽക്കുമ്പോൾ നേരത്തെ അദ്ദേഹം 100 രൂപ കൊടുത്തല്ലേ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പം പുതിയ ആൾ വന്നപ്പം പുതിയ ആൾ 100 രൂപയിൽ അഗ്രി ചെയ്യത്തില്ല. ബിക്കോസ് ആ സമയം കുറഞ്ഞു പോയി. ഇത് ഒരാഴ്ചയായിരുന്നല്ലോ, ഇപ്പം 4 ദിവസമേ ഉള്ളൂ ബാക്കി. അതിന് പുതിയ ആൾ പറയുന്നത് ഒരു 80 രൂപയ്ക്കാണെങ്കിൽ ഞാനിഞ്ഞ് വാങ്ങാം. ഓക്കെ, ഇദ്ദേഹം ആ 100 രൂപ കൊടുത്തത് ഇപ്പം 80 രൂപ തിരിച്ച് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് 20 രൂപ നഷ്ടമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഓക്കെ, അറ്റ്ലീസ്റ്റ് 100 രക്ഷപ്പെട്ടല്ലോ. പിന്നെ ഇദ്ദേഹത്തിനും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വിചാരം, എനിക്ക് തോന്നുന്നില്ല മഴ പെയ്യുമെന്ന്. അദ്ദേഹം വേറെ ഒരാൾക്ക് കൊണ്ട് വിറ്റു. വിറ്റത് എത്രണ്ണാണ്? ഒരു 60 രൂപയ്ക്ക് അങ്ങ് വിറ്റു. അദ്ദേഹം 2 ദിവസം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വ്യാഴാഴ്ച ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ അങ്ങ് തുടങ്ങി. മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കൊണ്ട് ആ സെല്ലറിൻ്റെ അടുക്കെ കൊണ്ട് പറഞ്ഞു, ദേ സാറേ മഴ തുടങ്ങി, എന്നാ പിടിച്ചോ,
നിൻ്റെ കോൺട്രാക്റ്റ്. അന്നേരം സെല്ലർ എത്ര രൂപ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്നു? ആ മൂന്നാമത്തെ ആളുടെ കയ്യിലല്ലേ ഇപ്പം കോൺട്രാക്റ്റ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് 500 രൂപ കൊടുക്കേണ്ടി വന്നു. അന്നേരം സെല്ലറിന് എന്താണ് നഷ്ടം എത്രയാണെന്ന് അറിയാമോ? സെല്ലറിന് നഷ്ടം 400 രൂപയാണ്. ബിക്കോസ് അദ്ദേഹം നേരത്തെ ഒരു 100 രൂപ ആദ്യത്തെ ആ വിൽപ്പന ബയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചില്ലായിരുന്നു. അദ്ദേഹത്തിന് അതിന് ടോട്ടൽ 400 രൂപ നഷ്ടം. ഇദ്ദേഹത്തിന് അവസാനത്തെ ആ മനുഷ്യൻ, അവസാനത്തെ ബയറിൻ്റെ അദ്ദേഹത്തിന് എന്താണ് ലാഭം? അദ്ദേഹത്തിന് 500 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടി അദ്ദേഹം 60 രൂപ കൊടുത്തായിരുന്നല്ലോ നേരത്തെ. അന്നേരം 440 രൂപയാണ് ലാഭം. ഇപ്പോൾ ഈ ചാർട്ടൊന്ന് നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കുക. ഇത് കഴിഞ്ഞ 5 ദിവസത്തിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി ഇപ്പോൾ കിടക്കുന്നത് എത്രയാണ്? 25,079 ഇത് കിടക്കുന്നത്. അങ്ങനെ നിഫ്റ്റിയുടെ മുകളിലോട്ട് പോവുകയോ താഴോട്ട് വരികയോ ആ ബേസിസിൽ പല ഓപ്ഷൻസ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം കോൾ ഓപ്ഷനെ പറ്റി നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു മാർക്കിട്ടേക്ക് ഇവിടെ, അങ്ങനെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് ഒരു കോൺട്രാക്റ്റ് വീഴ്ത്തുകയാണ്, ഓർ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു എ കോൺട്രാക്റ്റ്. ഒരു കോൾ ഓപ്ഷൻ്റെ കോൺട്രാക്റ്റാണ്. അന്നേരം കോൾ ഓപ്ഷനകത്ത് 2 പേരുണ്ടല്ലോ, ഒരെണ്ണം ബയറുണ്ട്, ഒരാൾ സെല്ലറുണ്ട്. അന്നേരം ബയർ എന്താണാവോ പറയുന്നത്? ബയർ പറയുന്നത് ഈ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ 26 ജൂൺ, എല്ലാം തേഴ്സ്ഡേയിലാണ് ഇതിൻ്റെ എക്സ്പയറി നടക്കുന്നത്. അന്നേരം 26 ജൂണാണല്ലോ ഇനി അടുത്ത് വരാനിരിക്കുന്നത്. 26 ജൂണിൽ നമ്മുടെ നിഫ്റ്റി 25,150 വരെ പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ബയർ പറയുന്നത്. പക്ഷേ സെല്ലർ പറയുന്നത് എന്താണ്? സെല്ലർ പറയുന്നത് അത്രമാത്രം ഒന്നും പോകത്തില്ല, അത് ചിലപ്പം 25,000 മാക്സിമം വരെയൊക്കെ ഒന്ന് പോവും, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. അപ്പോൾ ബയറിൻ്റെ നമ്മളൊന്ന് ഒരു ചാർട്ട് ഇടുക. ബയറിൻ്റെ ചിന്ത എന്താണ്? ഇത് ഈ ഭാഗം വരെ എത്തുമെന്നുള്ളൊരു ചാർട്ടാണ്. നമ്മുടെ ആരോയുടെ എൻഡിൽ വന്നിട്ട് അവിടം വരെ എത്തുന്നതാണ്. പക്ഷേ നമ്മുടെ സെല്ലറിൻ്റെ ചിന്ത എന്താണ്? സെല്ലറിൻ്റെ ചിന്ത നമ്മുടെ ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തെ ക്രോസ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഈ പച്ച ഇതുണ്ടല്ലോ നമ്മുടെ റെക്റ്റാങ്കിൾ, അതേ ക്രോസ് ചെയ്യത്തില്ല, അതിന് താഴെ തന്നെ കിടക്കും. അങ്ങനെയാണ് രണ്ടുപേരും കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുന്നത്. ഇപ്പം ജൂൺ 26 ആയില്ലല്ലോ. പക്ഷേ നമ്മളൊന്ന് സങ്കല്പിക്കുക, ജൂൺ 26 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം ആർക്ക് എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ ഈ സ്ക്രീൻ ഒന്ന് ശ്രദ്ധ വെച്ച് നോക്കിക്കാട്ടെ. ഇത് സെറോദയുടെ പോർട്ടലാണ്. അന്നേരം അതിനകത്ത് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഇമ്പോർട്ടൻറ്റ്. നിഫ്റ്റി എന്ന് ആദ്യം കൊടുക്കുക, നിഫ്റ്റി ആണെങ്കിൽ, നിഫ്റ്റി വാങ്ങണമെങ്കിൽ. പിന്നെ നിഫ്റ്റിയുടെ ഏത് ലെവലിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബയർ ടാർഗറ്റ് ചെയ്യുന്നത് 25,150 ആണ്. അത് കഴിഞ്ഞിട്ട് 2 പൊസിഷൻസ് ഉണ്ട്, ഒരെണ്ണം പുട്ടുണ്ട്, ഒരെണ്ണം കോളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ കോളിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കോളിനകത്ത് തന്നെ ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. അന്നേരം കോളിൻ്റെ ബൈയിങ് നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്. അന്നേരം ഈ കോളിൻ്റെ ബൈയിങ്ങിനകത്ത് 75 ആണ് ക്വാണ്ടിറ്റി. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് തുറന്നിരിക്കാത്തത് കൊണ്ട്, എന്നിട്ട് പോലും അവൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് 9622.50. അന്നേരം അത് വരുന്നത് എത്രയാണെന്നറിയാമോ? 128.3 ആണ് പെർ ഇതിനകത്ത്. ഈ 75 ക്വാണ്ടിറ്റിനകത്ത് ഒരു ഷെയറിൻ്റെ വാല്യൂ 128.3 ആണ്. അതാണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 9622 എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാശുണ്ടല്ലോ, മാർജിൻ മണി, ഇത് കൊടുത്തിരിക്കണം. നേരത്തെ നമ്മൾ ബൈയിങ്ങിനെ പറ്റി നോക്കി, ഇത് സെല്ലിങ്ങിനെ പറ്റിയാണ്. ഇത് അതേ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഒരാൾ വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയാണ് പണം കൊടുക്കേണ്ടതെന്നറിയാമോ? 2,05,968 രൂപ കൊടുക്കണം. മറ്റേത് എത്രയായിരുന്നു? ഒരു ബൈ ചെയ്യണമെങ്കിൽ, വാങ്ങണമെങ്കിൽ 9622 കൊടുത്താൽ മതി, 9,622 കൊടുത്താൽ മതി. എന്നാൽ അത് വിൽക്കണമെങ്കിൽ ഇത്രമാത്രം കൊടുക്കേണ്ടി വരും. അന്നേരം നിങ്ങൾ വിചാരിക്കുമായിരിക്കും, അതെന്ത് കോൺട്രാക്റ്റാണ് ഈ വിൽക്കുന്നവന് ഇത്രമാത്രം നഷ്ടം വരാൻ എന്താ? അവസാനം ഇത് 128 മൾട്ടിപ്ലൈഡ് ബൈ 75 അല്ലായിരുന്നോ കണക്ക്? ഇതെന്താ ഇങ്ങനെ വരാൻ കാരണമെന്ന് നിങ്ങളൊന്ന് വിചാരിക്കും. പക്ഷേ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിനകത്ത് ഈ വാങ്ങുന്നവന് ലോസ് ലിമിറ്റഡ് ആണ്. 9622 ആണ് മാക്സിമം ലോസ്.
പക്ഷേ വിൽക്കുന്നവന് അൺലിമിറ്റഡ് ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അൺലിമിറ്റഡ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഈ 25,079 വല്ലതും കാണും. പക്ഷേ ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ 26-ാം തീയതി അത് സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ലെവലിലും പോകും. ഒരു 30,000 അങ്ങ് പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 30-ന് അത്ര ലെവൽ കാശ് മറ്റുള്ളവന് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ബയറിന് കൊടുക്കണം. ബയറിന് എക്സ്പയറി ഡേറ്റിൽ അന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് അൺലിമിറ്റഡ് ആണ് തിയോററ്റിക്കലി. റിയലി അൺലിമിറ്റഡ് ഒന്നുമല്ല, പക്ഷേ തിയോററ്റിക്കലി അത്രമാത്രം കാശ് പോകും. അന്നേരം നിങ്ങൾ പൊതുവേ ഒന്ന് വിചാരിക്കും, അന്നേരം പിന്നെ ആരാണ് ഇത് വിൽക്കാൻ വരുന്നത്? നിങ്ങളൊരു വിചാരിക്കും, നാച്ചുറലിയാണ് ആരാണ് ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിനകത്ത് കൂടുതലും വലിയ റിസ്ക് എടുത്തിട്ട് കാശ് ഇങ്ങനെ ഇടാൻ ആരാണ് വരാൻ പോകുന്നത്? എന്തുകൊണ്ട് ഈ സെല്ലർ ഇത്രമാത്രം റിസ്ക് എടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ മോഡൽ അവർ പഠിച്ചാൽ മതി. അതിനകത്ത് അവർ തുച്ഛമായ വിലയ്ക്ക് ഫുൾ കാറിൻ്റെ ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു, അത്രയും വലിയ കസ്റ്റമർ ബേസ് ഉണ്ടായിട്ട് പോലും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് 3 സിനാരിയോസിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ആദ്യത്തെ സിനാരിയോ ആണ് ഈ എക്സ്പയറി ഡേറ്റ് ജൂൺ 26-ാം തീയതി വരുമ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് 25,150 വന്നങ്ങ് നിൽക്കുക എന്ന് നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ ഈ ബയറിനും സെല്ലറിനും എന്താണ് ലാഭമോ നഷ്ടമോ എന്ന് നമുക്കറിയണ്ടേ? ബയറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലാഭമില്ല, ഒരു കൊച്ചു നഷ്ടമുണ്ട്. അതെന്തുവാ? 9622 പ്രീമിയം നേരത്തെ കൊടുത്തായിരുന്നല്ലോ, അതങ്ങ് സെല്ലറിൻ്റെ കയ്യിലെത്തും. അത് ബ്രേക്ക് ഈവനിൽ വന്നിട്ടുണ്ടല്ലോ, 25,150 ആണ് സ്ട്രൈക്ക് പ്രൈസ്. പക്ഷേ ഇപ്പോൾ ആ കറക്റ്റ് എക്സ്പയറി പ്രൈസും 25,150 വന്നു. അന്നേരം ആർക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് ക്ലോസായി. പക്ഷേ സെല്ലറിന് അല്പം ലാഭമുണ്ട്. അദ്ദേഹത്തിന് 9,622 ആ പ്രീമിയം ഇനി സെല്ലറിന് കിട്ടി. ബയറിന് ആ പ്രീമിയം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ടെക്നിക്കൽ ടേംസിൽ പറയുമ്പോഴത്തേക്ക് ബയറിന് അറ്റ് ദ മണി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീമിയം ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ആ സമയത്തിന് തന്നെ കറക്റ്റിൽ തന്നെ വന്നല്ലോ, അദ്ദേഹത്തിന് ലാഭമില്ല നഷ്ടമില്ലാത്തതുകൊണ്ട് അറ്റ് ദ മണി. പക്ഷേ ഈ സെല്ലറിനും അറ്റ് ദ മണി തന്നെയാണ് ടെക്നിക്കലി. പക്ഷേ ഒരു കൊച്ചു ലാഭമുണ്ടല്ലോ. ലാഭം എവിടെ ഉണ്ടെങ്കിലും അത് നമ്മൾ യൂഷ്വലി ഇൻ ദ മണി എന്ന് പറയും. പക്ഷേ ഈ സിനാരിയോയിൽ ബിക്കോസ് ഈ പ്രീമിയം സൈഡായിട്ട് എപ്പോഴും മാറ്റി വെക്കും, അതുകൊണ്ട് സെല്ലറിനും ബയറിനും അറ്റ് ദ മണി എന്ന് തന്നെയാണ് യൂഷ്വലി പറയുന്നത്. അടുത്ത സിനാരിയോ നമ്പർ 2. ഈ സ്റ്റോക്ക് പ്രൈസ് അവരുടെ സ്ട്രൈക്ക് പ്രൈസ് എത്രയായിരുന്നു? 25,150 ആയിരുന്നല്ലോ സ്ട്രൈക്ക് പ്രൈസ്. ഇപ്പോൾ ജൂൺ 26-ാം തീയതി നമ്മുടെ നിഫ്റ്റി പോയി നിന്നിരിക്കുന്നത് 25,300 പോയി നിന്നു. അതിൻ്റെ അർത്ഥം അവർ സ്ട്രൈക്ക് പ്രൈസ് ചെയ്തതിനെക്കാട്ടിലും 150 രൂപ മുകളിൽ പോയി നിന്നു. അപ്പോൾ അതിനകത്ത് ലാഭം ആർക്കാണ് ഉണ്ടാവുക? ബയറിനാണ് ലാഭം ഉണ്ടാകുന്നത്. പക്ഷേ എത്രയാണ് ലാഭം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 11,250 രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. 11,250 രൂപ. എന്നാൽ നേരത്തെ അദ്ദേഹം ഈ പ്രീമിയം കൊടുത്തായിരുന്നല്ലോ, അതെത്രയായിരുന്നു? 9622. അന്നേരം 11,250 മൈനസ് 9622 വരുന്നത് എത്രയാണെന്നറിയോ? 1,628 രൂപ. ഈ വലിയ റിസ്ക് എടുത്തിട്ട് കളിച്ചത് എന്താണ്? കിട്ടിയത് എന്തുവാണ്? ലാഭത്തിൽ കിട്ടിയെങ്കിലും പോലും 1,628. ഈ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയാണ് പലരും അവരുടെ കാശ് ഒഴുക്കി കളയുന്നത്. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, 1,628 രൂപയാണ് കിട്ടുന്നത്. എത്രയാണ് കൊണ്ട് ഇടുന്നത്? 9622 ആണ് വേസ്റ്റായി പോകുന്നത് കൂട്ടത്തിൽ. അതൊരു ശരിയായ കളിയാണോ? അങ്ങനെയാണ് ഓപ്ഷൻസിനകത്ത് പലർക്കും നഷ്ടം വന്നിരിക്കുന്നത്. അവർ ഇതിൻ്റെ റിട്ടേൺസിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ അങ്ങ് ഒഴുക്കിയിട്ടിരിക്കുകയാണ്. ആരെന്തൊക്കെ കഥകൾ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെയാണ് ഫൈനലി അവർക്ക് പറ്റിപ്പോകുന്നത്. അടുത്ത സിനാരിയോ നമ്പർ 3. സിനാരിയോ നമ്പർ 3-ക്കകത്ത് എക്സ്പയറി ഡേറ്റിനകത്ത് ഈ സ്റ്റോക്ക് പ്രൈസ് വന്ന് നിൽക്കുന്നത് 25,000-ൽ. ഇവരുടെ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ്? 25,150 അല്ലേ? ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് വന്ന് നിൽക്കുന്നത് 25,000-ൽ. അപ്പോൾ എന്താണ് ഭവിക്കുന്നത്? ബയർ താങ്കൾക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം എക്സർസൈസ് ചെയ്യാതിരിക്കും. ഹി വിൽ നോട്ട് എക്സർസൈസ് ബിക്കോസ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമല്ലേ. അങ്ങനെ സെല്ലർക്ക് അവസാനം 9,600
9622 അത്രമാത്രം ലാഭം കൊണ്ട് പോക്കറ്റിൽ കൊണ്ട് വെച്ചിരിക്കും. അങ്ങനെ സെല്ലറിന് വലിയ പ്രശ്നമില്ല. എവിടാണ് ബ്രേക്ക് ഇവൻ വന്നാലും താഴെ വന്നാലും സെല്ലറിന് പ്രശ്നമില്ല. മുകളിലോട്ട് പോയി കഴിഞ്ഞാലും അധികമായിട്ട് അങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ പ്രശ്നം. ബിക്കോസ് അത് അദ്ദേഹത്തിൻ്റെ ആ പ്രീമിയം കിട്ടിയിട്ടുണ്ടല്ലോ ബയറിൻ്റെ കയ്യിൽ നിന്ന്, അതങ്ങ് കാർന്നെടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷം സെല്ലറിനുണ്ട്. അങ്ങനെ യൂഷ്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് സെല്ലർസാണ് ജയിച്ച് നിൽക്കുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 67% ഓഫ് ഓപ്ഷൻസിൻ്റെ ആ ട്രേഡിൻ്റെ അവസാനത്തെ ദിവസം സെല്ലർമാരാണ് ചിരിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ബയർമാർക്കോ ഓൺലി 33% ഓഫ് ടൈം ദേ മേക്ക് പ്രോഫിറ്റ്. ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അവർ സൂപ്പർ സ്മാർട്ടും സൂപ്പർ ലക്കിയും ആയെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ പല ആൾക്കാർ നമ്മളെപ്പോലുള്ളവർ ഒക്കെ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ഇച്ചിരി കാശിട്ടിട്ട് ഒത്തിരി ലാഭം കൊയ്യാവുന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരെ പറ്റിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു പറ്റിക്കലിനകത്ത് പറ്റിക്കപ്പെടുന്നത് അവർ തന്നെയാണ്, അല്ല വേറെ ആരുമല്ല. ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കിട്ടത്തുള്ളൂ, നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടും. ഇഫ് യു പേ പീനട്സ് യു വിൽ ഗെറ്റ് മങ്കീസ് എന്നൊക്കെ അത് കേട്ടിട്ടില്ലേ? അതുപോലൊക്കെ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിലും ഈ കഥ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനൊന്നും വരുന്നില്ല. വർഷത്തിൽ ഒരു 70-80% ആൾക്കാർ ഇൻഷുറൻസ് ക്ലെയിം പോലും ചെയ്യുന്നില്ല. എന്നാൽ അടുത്ത വർഷം അവർക്ക് വീണ്ടും പ്രീമിയം കിട്ടുവാണ്. സോ അങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ വർഷമൊക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പൊട്ടിപ്പോകുന്നുള്ള തിയോററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും നടപ്പിലാകുന്നില്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവരുടെ റിസ്ക് അൺലിമിറ്റഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എപ്പോഴും മുകളിലോട്ട് ഏത് രീതിയിലും പൊയ്ക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ 67% ടൈംസ് ദേ ആർ ഓൾവേസ് ഓൺ പ്രോഫിറ്റ്. ഈ ബയർസാണ് കൂടുതലും സമയം ലോസ് നടത്തുന്നത് കോൾ ഓപ്ഷനകത്ത്. അങ്ങനെ നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അതിനാണ് ഈ സ്മാർട്ട്നെസ് വേണം, അതിൻ്റെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറയുന്നത്. കൂടുതലും ഈ അധികം അറിവില്ലാത്തവരാണ് ഈ ബയറായിട്ട് പോകുന്നത്. ബിക്കോസ് ഈ സെല്ലറായിട്ട് പോകണമെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് മാർജിൻ മണിയായിട്ട് വെക്കണമെങ്കിൽ തന്നെ നമുക്ക് നെഞ്ചിടിക്കും. അയ്യോ അതെല്ലാം പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ആരും വരുത്തില്ല. പക്ഷേ ഈ നോവോയ്സ് ആണ് കൂടുതലും ബയർസായിട്ട് വരുന്നത്. എന്നിട്ട് കൊണ്ടിട്ടിട്ട് അവരുടെ കാശ് സ്വാഹ ആയിപ്പോകും. അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, കോൾ ഓപ്ഷൻ്റെ ബയർ എപ്പോഴും ബുള്ളിഷ് ലുക്കാണ്. ബുള്ളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പ്രൈസ് പോകുമെന്നുള്ള ഒരു ലുക്കിൽ കിടക്കുന്ന ആൾക്കാരാണ് കോൾ ഓപ്ഷൻ്റെ ബയർ. എന്നാൽ കോൾ ഓപ്ഷൻ്റെ സെല്ലറാണെങ്കിൽ സൈഡ് വേസ് ഓർ ബെയറിഷ് ആണ് കോൾ ഓപ്ഷൻ്റെ സെല്ലറിൻ്റെ ലുക്ക്. നമ്മുടെ കോൾ ഓപ്ഷൻ്റെ ബയറിൻ്റെ ലുക്ക് എപ്പോഴും ബുള്ളിഷാണ്. അദ്ദേഹം വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആളാണ് കോൾ ഓപ്ഷൻ്റെ ബയർസ്. പക്ഷേ കോൾ ഓപ്ഷൻ്റെ സെല്ലർസ് അത് അവിടെ തന്നെ കിടന്നാലും മതി, സൈഡ് വേസ് പോയാലും മതി, താഴോട്ട് പോയാൽ ഓക്കെ ഗുഡ്, അങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് സെല്ലർസ്. പക്ഷേ പുട്ട് ഓപ്ഷനകത്ത് ഘടകവിരുദ്ധമാണ്. പുട്ട് ഓപ്ഷൻ്റെ ബയർസ് ബെയറിഷ് ലുക്കിംഗ് ആണ്. ഇപ്പം നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഈ ട്രേഡിനകത്തൊക്കെ വരുന്ന ഒത്തിരിയും പുട്ട് ഓപ്ഷനിലെ ആൾക്കാർ അവർ ബെയറിഷ് ലുക്കിംഗ് ആണ്. അവർ താഴോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ്. അതേസമയം ഈ പുട്ട് ഓപ്ഷൻ്റെ സെല്ലർസ് ഉണ്ടല്ലോ, അവർ സൈഡ് വേസ് ഓർ ബുള്ളിഷ് അങ്ങനെയൊക്കെയുള്ള ലുക്ക് ഉള്ളവരാണ്. അവിടെയൊക്കെ തന്നെ കിടക്കും, അല്ല ബെയറിഷ് പോകത്തില്ല, അവിടെയൊക്കെ തന്നെ കിടക്കും. അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ പോലും അത് മുകളിലോട്ടേ പോകത്തുള്ളൂ എന്നൊരു ചിന്തയുള്ളവരാണ് പുട്ട് ഓപ്ഷൻ്റെ സെല്ലർസ്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയാട്ട്. ടിൽ വി മീറ്റ് അഗൈൻ. പീസ്.